എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ ഇന്ന്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു കാര്യത്തെക്കുറിച്ചാണ്. നിറങ്ങളെക്കുറിച്ചും ആ നിറങ്ങൾ കാണാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സ്വന്തം കണ്ണിനെക്കുറിച്ചും. പാഠത്തിന്റെ പേര് വർണ്ണങ്ങളുടെ ലോകവും കാഴ്ചയും, ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ. ഭയങ്കര രസകരമായൊരു പാഠമാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഒരേ സൂര്യപ്രകാശമാണ് പൂന്തോട്ടത്തിലെ എല്ലാ പൂക്കളിലും വീഴുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ചെമ്പരത്തിപ്പൂവ് ചുവന്ന നിറത്തിലും ശംഖുപുഷ്പം നീല നിറത്തിലും കണിക്കൊന്ന മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നത്? ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഈ പാഠം കഴിയുമ്പോൾ കിട്ടും. ആദ്യം നമുക്ക് പ്രകാശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിഭാസം പഠിക്കാം: പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ. വെറും വെള്ള നിറമെന്ന് നമ്മൾ വിചാരിക്കുന്ന സൂര്യപ്രകാശത്തില് ഒരുപാട് നിറങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ഈ ഒളിച്ചിരിക്കുന്ന നിറങ്ങളെ പുറത്തു കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന ഒരാളുണ്ട്. അതാണ് പ്രിസം. ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ സൂര്യപ്രകാശത്തെ കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? ആ വെള്ളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിഞ്ഞ് മറുഭാഗത്തൊരു വർണ്ണരാജിയായി പ്രത്യക്ഷപ്പെടും. നമ്മൾ മഴവില്ലിൽ കാണുന്ന അതേ നിറങ്ങൾ: വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. ഇതിനെ നമുക്ക് എളുപ്പത്തിൽ VBGYOR എന്ന് ഓർമ്മിക്കാം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന ഈ പ്രതിഭാസമാണ് പ്രകീർണനം. ഇങ്ങനെ ക്രമമായി ലഭിക്കുന്ന വർണ്ണങ്ങളുടെ കൂട്ടത്തെ വർണ്ണരാജി അഥവാ സ്പെക്ട്രം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് പ്രിസത്തിലൂടെ കടന്നുപോകുമ്പോൾ പ്രകാശം ഇങ്ങനെ നിറങ്ങളായി പിരിയുന്നത്? കാരണം പ്രിസത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോഴും പുറത്തു കടക്കുമ്പോഴും അതിന് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. പക്ഷെ ഈ അപവർത്തനത്തിന്റെ അളവ് എല്ലാ നിറങ്ങൾക്കും ഒരുപോലെയല്ല. അത് ഓരോ നിറത്തിന്റെയും തരംഗദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കും. നമ്മൾ VBGYOR എന്ന ക്രമം നോക്കിയാൽ വയലറ്റിനാണ് ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം, ചുവപ്പിനാണ് ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം. തരംഗദൈർഘ്യം കുറഞ്ഞ നിറത്തിന് കൂടുതൽ വ്യതിയാനം സംഭവിക്കും. അതുകൊണ്ടാണ് വയലറ്റ് പ്രിസത്തിന്റെ താഴെ ഭാഗത്തായി ഏറ്റവും കൂടുതൽ വളഞ്ഞു കാണുന്നത്. തരംഗദൈർഘ്യം കൂടിയ ചുവക്കിന് ഏറ്റവും കുറഞ്ഞ വ്യതിയാനമേ സംഭവിക്കൂ. അതുകൊണ്ട് അത് പ്രിസത്തിന്റെ മുകൾ ഭാഗത്തായി കാണുന്നു. ബാക്കി നിറങ്ങളെല്ലാം ഇതിനിടയിലായി അവയുടെ തരംഗദൈർഘ്യമനുസരിച്ച് ക്രമമായി കാണപ്പെടുന്നു. മനസ്സിലായോ? കൊള്ളാം. ഈ പ്രകീർണനത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ആകാശത്ത് വിരിയുന്ന മഴവില്ല്. മഴ പെയ്തതിനു ശേഷം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ചെറിയ ജലകണികകളിൽ സൂര്യപ്രകാശം തട്ടുമ്പോഴാണ് മഴവില്ല് ഉണ്ടാകുന്നത്. ഈ ഓരോ ജലകണികയും ഒരു ചെറിയ പ്രിസം പോലെയാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് മഴവില്ലുണ്ടാകുന്നതെന്ന് നോക്കാം. സൂര്യരശ്മി ഒരു ജലകണികയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് അപവർത്തനം സംഭവിക്കുന്നു. അതോടൊപ്പം അതതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുകയും ചെയ്യുന്നു. അതായത് പ്രകീർണനം സംഭവിക്കുന്നു. ഇങ്ങനെ പിരിഞ്ഞ നിറങ്ങൾ ജലകണികയുടെ ഉള്ളിലെ പ്രതലത്തിൽ തട്ടി പൂർണ്ണ ആന്തരിക പ്രതിപതനത്തിന് വിധേയമാകുന്നു. അതിനുശേഷം ജലകണികയിൽ നിന്ന് പുറത്തു വരുമ്പോൾ വീണ്ടും അപവർത്തനം സംഭവിക്കുന്നു. ഇങ്ങനെ അപവർത്തനം, പ്രകീർണനം, പൂർണ്ണ ആന്തരിക പ്രതിപതനം എന്നീ 3 പ്രതിഭാസങ്ങളുടെയും കൂടിച്ചേരലിന്റെ ഫലമായാണ് മനോഹരമായ മഴവില്ല് രൂപം കൊള്ളുന്നത്. മഴവില്ല് എപ്പോഴും സൂര്യന് എതിർദിശയിലായിരിക്കും കാണപ്പെടുക. അതായത് രാവിലെ പടിഞ്ഞാറൻ ദിശയിലും വൈകുന്നേരം കിഴക്കൻ ദിശയിലുമായിരിക്കും മഴവില്ല് കാണാൻ സാധിക്കുക. അപ്പോൾ 7 നിറങ്ങൾ ചേർന്നതാണ് സൂര്യപ്രകാശമെന്ന് നമ്മൾ കണ്ടു. ഈ 7 നിറങ്ങളെ വീണ്ടും യോജിപ്പിച്ചാൽ നമുക്ക് ധവളപ്രകാശം അഥവാ വെള്ളപ്രകാശം തിരികെ കിട്ടുമോ? എന്ത് തോന്നുന്നു? കിട്ടും. ഒരു പ്രിസം ഉപയോഗിച്ച് പ്രകീർണനം വഴി വേർതിരിച്ച നിറങ്ങളുടെ പാതയിൽ തലകീഴായി മറ്റൊരു പ്രിസം വെച്ചാൽ ആ പ്രിസം ഈ നിറങ്ങളെയെല്ലാം വീണ്ടും സംയോജിപ്പിച്ച് നമുക്ക് ധവളപ്രകാശം തരും. ഇതിനെ വർണ്ണങ്ങളുടെ പുനഃസംയോജനമെന്ന് പറയുന്നു. പ്രകാശത്തിലെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ചുവപ്പ്, പച്ച, നീല എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ, അതായത് പ്രൈമറി കളേഴ്സ്. ഈ 3 നിറങ്ങൾ ശരിയായ അനുപാതത്തിൽ ചേർത്താൽ നമുക്ക് ധവളപ്രകാശം ലഭിക്കും. നമ്മുടെ TV സ്ക്രീനിലും മൊബൈൽ സ്ക്രീനിലുമൊക്കെ സൂക്ഷിച്ചു നോക്കിയാൽ ഈ 3 നിറങ്ങൾ കൊണ്ടാണ് ബാക്കി എല്ലാ നിറങ്ങളും ഉണ്ടാക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഏതെങ്കിലും 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേരുമ്പോൾ കിട്ടുന്ന നിറങ്ങളെ ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നു. ചുവപ്പും പച്ചയും ചേർന്നാൽ എന്ത് നിറം കിട്ടും? മഞ്ഞ. പച്ചയും നീലയും ചേർന്നാൽ സയൻ എന്ന നിറം കിട്ടും. ചുവപ്പും നീലയും ചേർന്നാൽ മജന്ത എന്ന നിറവും കിട്ടും. അപ്പോൾ മഞ്ഞ, സയൻ, മജന്ത എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ.
ഒരു വസ്തുവിന് എങ്ങനെയാണ് നിറം കിട്ടുന്നത്? ഒരു ചുവന്ന ചെമ്പരത്തിപ്പൂവ് എന്തുകൊണ്ടാണ് ചുവന്ന നിറത്തിൽ കാണുന്നത്? സൂര്യപ്രകാശത്തിൽ 7 നിറങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഈ 7 നിറങ്ങളും ചെമ്പരത്തിപ്പൂവിൽ വന്നു വീഴുമ്പോൾ പൂവ് ചുവന്ന നിറത്തെ മാത്രം പ്രതിഫലിപ്പിക്കുകയും ബാക്കിയുള്ള 6 നിറങ്ങളെയും ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രതിഫലിച്ചു വരുന്ന ചുവന്ന പ്രകാശം നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് നമ്മൾ ആ പൂവിനെ ചുവന്ന നിറത്തിൽ കാണുന്നത്. ഒരു പച്ചയിലയാണെങ്കിലോ? അത് പച്ചയെ മാത്രം പ്രതിഫലിപ്പിക്കും, ബാക്കിയുള്ളവയെ ആഗിരണം ചെയ്യും. അപ്പോൾ ഒരു വസ്തു ഏത് നിറത്തെയാണോ പ്രതിഫലിപ്പിക്കുന്നത് ആ നിറത്തിലായിരിക്കും നമ്മളതിനെ കാണുന്നത്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ ഏത് നിറത്തിൽ കാണും? വെളുത്ത നിറത്തിൽ. എന്നാൽ എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന ഒരു വസ്തുവിനെയോ? അതിനെ നമ്മൾ കറുത്ത നിറത്തിലും കാണും. അതുകൊണ്ടാണ് കറുത്ത കുട ചൂടുമ്പോൾ കൂടുതൽ ചൂട് തോന്നുന്നത്. കാരണം അത് പ്രകാശത്തിലെ താപകിരണങ്ങളെയും ആഗിരണം ചെയ്യുന്നു. ഇനി ആകാശത്തിനെന്തുകൊണ്ടാണ് നീലനിറമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുവരുമ്പോൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിലും മറ്റ് ചെറിയ കണികകളിലും തട്ടി എല്ലാ ദിശയിലേക്കും ചിതറിത്തെറിക്കും. ഈ പ്രതിഭാസമാണ് വിസരണം അഥവാ സ്കാറ്ററിംഗ്. ഈ വിസരണം എല്ലാ നിറങ്ങൾക്കും ഒരുപോലെയല്ല. തരംഗദൈർഘ്യം കുറഞ്ഞ് വയലറ്റ്, ഇൻഡിഗോ, നീല തുടങ്ങിയ നിറങ്ങൾക്ക് ശക്തമായ വിസരണം സംഭവിക്കും. എന്നാൽ തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ്, ഓറഞ്ച് പോലുള്ള നിറങ്ങൾക്ക് വിസരണം വളരെ കുറവായിരിക്കും. അപ്പോൾ സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ വരുമ്പോൾ നീലനിറത്തിന് ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുകയും അത് ആകാശത്ത് ആകെ വ്യാപിക്കുകയും ചെയ്യുന്നു. ഈ ചിതറിയ നീല വെളിച്ചം നമ്മുടെ കണ്ണുകളിലെത്തുമ്പോഴാണ് നമ്മൾ ആകാശത്തെ നീലനിറത്തിൽ കാണുന്നത്. കൊള്ളാം അല്ലേ? അങ്ങനെയെങ്കിൽ ഉദയസൂര്യനും അസ്തമയസൂര്യനും എന്തുകൊണ്ടാണ് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്? രാവിലെയും വൈകുന്നേരവും സൂര്യൻ ചക്രവാളത്തിലായിരിക്കുമ്പോൾ സൂര്യരശ്മികൾക്ക് അന്തരീക്ഷത്തിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിവരും. ഈ യാത്രയിൽ തരംഗദൈർഘ്യം കുറഞ്ഞ നീലയും വയലറ്റുമൊക്കെ ഏതാണ്ട് പൂർണ്ണമായി വിസരണം സംഭവിച്ച് ചിതറിപ്പോകും. വിസരണം ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം കൂടിയ ചുവപ്പും ഓറഞ്ചും നിറങ്ങൾക്ക് മാത്രമേ നമ്മുടെ കണ്ണുകളിലെത്താൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനും ആകാശവും ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. ഇനി നമുക്ക് ഈ അത്ഭുതങ്ങളെല്ലാം കാണാൻ സഹായിക്കുന്ന നമ്മുടെ കണ്ണിനെക്കുറിച്ച് പഠിക്കാം. നമ്മുടെ കണ്ണ് ഒരു ക്യാമറ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കോർണിയ, ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, റെറ്റിന എന്നിവ. കണ്ണിലേക്ക് വരുന്ന പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് ഐറിസും അതിന് നടുവിലുള്ള പ്യൂപ്പിളുമാണ്. കണ്ണിലെ ലെൻസ് ഒരു കോൺവെക്സ് ലെൻസാണ്. ഈ ലെൻസ് വസ്തുക്കളുടെ യഥാർത്ഥവും തലകീഴായതും ചെറുതുമായ പ്രതിബിംബം കണ്ണിന്റെ പിന്നിലുള്ള റെറ്റിന എന്ന സ്ക്രീനിൽ ഉണ്ടാക്കുന്നു. റെറ്റിനയിലെ പ്രകാശഗ്രാഹികളായ കോശങ്ങൾ ഈ പ്രതിബിംബത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റി ഒപ്റ്റിക് നാഡി വഴി തലച്ചോറിലെത്തിക്കുന്നു. തലച്ചോറാണ് ഈ തലകീഴായ പ്രതിബിംബത്തെ നിവർത്തി ശരിയായ രൂപത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴും ദൂരെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴും അതിന്റെ വ്യക്തമായ പ്രതിബിംബം റെറ്റിനയിൽ തന്നെ ഉണ്ടാകണം. ഇതിനായി നമ്മുടെ കണ്ണിനൊരു പ്രത്യേക കഴിവുണ്ട്. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കണ്ണിലെ സിലിയറി പേശികൾ സങ്കോചിച്ച് ലെൻസിന്റെ വക്രത കൂട്ടുകയും ഫോക്കസ് ദൂരം കുറയ്ക്കുകയും ചെയ്യും. ദൂരെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സിലിയറി പേശികൾ അയഞ്ഞ് ലെൻസിന്റെ വക്രത കുറയുകയും ഫോക്കസ് ദൂരം കൂടുകയും ചെയ്യുന്നു. ഇങ്ങനെ വസ്തുവിന്റെ ദൂരത്തിനനുസരിച്ച് ലെൻസിന്റെ ഫോക്കസ് ദൂരം ക്രമീകരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. ഇനി കാഴ്ചയുമായി ബന്ധപ്പെട്ട ചില വൈകല്യങ്ങളെക്കുറിച്ച് നോക്കാം. പ്രധാനമായും ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും, അതായത് മയോപ്പിയ ആൻഡ് ഹൈപ്പർമെട്രോപ്പിയ തുടങ്ങിയവ. ഹ്രസ്വദൃഷ്ടിയുള്ളവർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം, പക്ഷേ ദൂരെയുള്ളവയെ കാണാൻ പ്രയാസമായിരിക്കും. ഇവരുടെ കണ്ണിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിലായിട്ടായിരിക്കും രൂപപ്പെടുന്നത്. നേത്രഗോളത്തിന്റെ നീളം കൂടുന്നതോ ലെൻസിന്റെ പവർ കൂടുന്നതോ ആകാം ഇതിന് കാരണം. അനുയോജ്യമായ പവറുള്ള ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ഈ വൈകല്യം പരിഹരിക്കാം. ദീർഘദൃഷ്ടിയുള്ളവർക്കോ? അവർക്ക് ദൂരെയുള്ളവ വ്യക്തമായി കാണാം, എന്നാൽ അടുത്തുള്ള പുസ്തകം വായിക്കാനോ മറ്റോ ബുദ്ധിമുട്ടായിരിക്കും. ഇവരുടെ കണ്ണിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് പിന്നിലായിട്ടാണ് രൂപപ്പെടുന്നത്. നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതോ ലെൻസിന്റെ പവർ കുറയുന്നതോ ആണ് കാരണം. അനുയോജ്യമായ പവറുള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കാം. പ്രായമാകുമ്പോൾ സിലിയറി പേശികളുടെ കഴിവ് കുറയുന്നതുമൂലം അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് വെള്ളെഴുത്ത്. ഇതും കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക.
എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.